എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ മാസത്തെ പ്ലാനർ സെറ്റ് ചെയ്തത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഏറ്റവും സിമ്പിൾ, എനിക്ക് തോന്നുന്നത് ഇതുവരെ ഞാൻ ചെയ്തതിൽ ഏറ്റവും സമയം കുറഞ്ഞിട്ടും സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളൊരു പ്ലാനറാണ് ഇത്തവണ അപ്ലോഡ് ചെയ്യുന്നത്. സമയക്കുറവുണ്ടായിരുന്നു, അപ്പോൾ അതായിരുന്നു ഇത്ര സിമ്പിളാക്കാനുള്ള കാരണം. കലണ്ടറൊക്കെ വളരെ ജസ്റ്റ് ഡേയ്സൊക്കെ എഴുതി അങ്ങനെ ചെയ്തിട്ടേ ഉള്ളൂ. ഫസ്റ്റ് ഭാഗത്ത് സെപ്റ്റംബർ മന്ത് തുടങ്ങുന്ന പേജിൽ കലണ്ടർ നോട്ട് ചെയ്തു. ദിവസങ്ങളൊക്കെ എഴുതി ജസ്റ്റ് അടിയിലെ നമ്പേഴ്സൊക്കെ എഴുതി ചെയ്തു. വലിയൊരു സ്കെയിൽ യൂസ് ചെയ്യലോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ തൊട്ട് താഴെ ജസ്റ്റ് ഒരു കോട്ട് എഴുതി, ഇഫ് പ്ലാൻ എ ഡിഡ്ന്റ് വർക്ക് ദ ആൽഫബറ്റ് ഹാസ് 24 more letters, സ്റ്റേ കൂൾ. തൊട്ടടുത്ത പേജിൽ ജസ്റ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പിക്ചർ ഒട്ടിച്ചൊരു ബട്ടർഫ്ലൈയുടെയാണ്. അതുപോലെ ഇവിടെ ഒരു കോട്ട് എഴുതി. മുൻമാസങ്ങളിലെ അതേ പാറ്റേണിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എന്നാലും ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ചെയ്തത് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് അപ്ലോഡ് ചെയ്തത്. കൂടുതൽ റെഫറൻസിന് പഴയ വീഡിയോസ് യൂസ് ചെയ്യുക. ഞാനിത് മുമ്പ് ആമസോണിൽ നിന്ന് മേടിച്ച ഈ ഒരു ഇങ്ങനത്തെ ടൈപ്പ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ടൈപ്പുകൾ മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സാധാരണ ഇങ്ങനെയുള്ള പ്ലാനറിലെ പിക്ചേഴ്സും ഒക്കെ വരയ്ക്കുകയൊക്കെ ചെയ്യാം. സമയക്കുറവ് കാരണം കൊണ്ടാണ് ഞാൻ പിക്ചേഴ്സൊന്നും വരയ്ക്കാതിരുന്നത്. പകരം ഇതുപോലുള്ള സ്റ്റിക്കറുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത പേജിൽ മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് ഈ മാസം ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പേജിൽ ഫസ്റ്റ് പോർഷനിൽ സ്ഥലം വിട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ സെൽഫ് കെയറിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ഈ മാസം സെപ്റ്റംബർ മന്ത് ചെയ്യാം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പോർഷൻ വിട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ മാസം നിങ്ങൾക്ക് സെൽഫ് കെയറിന് വേണ്ടി എന്തൊക്കെ ചെയ്യാം, അത് മേ ബി സ്കിൻ കെയർ ആവാം, അതുപോലെ തന്നെ ഹെയർ കെയർ ആവാം, അങ്ങനെ എന്തും നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്യേണ്ട ഒരു ലിസ്റ്റ് എഴുതി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു പോർഷൻ ചെയ്യണം. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്ലാനറിൻ്റെ വീഡിയോ കാണുന്നത് വെച്ചാൽ തീർച്ചയായിട്ടും മുമ്പ് ഞാൻ ചെയ്ത വീഡിയോസ് കൂടെ ഒന്ന് കടന്നു പോകണേ. ഇതിൽ ഞാൻ വളരെ സിമ്പിളായിട്ടേ ഞാൻ പറയുന്നുള്ളൂ. തൊട്ടടുത്ത പേജിൽ ഈ ഒരു മാസത്തിലെ സ്പെഷ്യൽ ഇമ്പോർട്ടൻ്റ്, അത് ചിലപ്പോൾ വല്ല എന്തെങ്കിലും കാര്യങ്ങൾ ഓർത്ത് വെക്കാനുള്ളതായിരിക്കാം, എന്തെങ്കിലും പേയ്മെൻറ്റ് അടയ്ക്കാനുള്ളത്. അതല്ലെങ്കിൽ ഞാനൊരു യൂട്യൂബർ ആയതുകൊണ്ട് കൂടുതലും എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ വീഡിയോസ് ചെയ്യാനുള്ള സ്പെഷ്യൽ ഡേയ്സും ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. അതിനുവേണ്ടി വേറൊരു പേജും വിട്ടിട്ടുണ്ട്. എന്നാലും ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് ഉണ്ടെങ്കിൽ അതും ഇവിടെ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. അതുപോലെ ഈ ഒരു മാസം നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക്, ലക്ഷ്യം എന്തോ ആവട്ടെ, നിങ്ങളുടെ ഫാമിലിയുടെ സന്തോഷമായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ജോബ് റിലേറ്റഡ് ആവാം, സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ കരിയർ അല്ലെങ്കിൽ സ്റ്റഡീസ് സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും ലക്ഷ്യങ്ങളായിരിക്കാം. അതിന് ഈ ഒരു മാസം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു പോർഷൻ വിട്ടുള്ളത്. പ്ലാൻ ഫോർ ദ മന്ത്, അതേപോലെ ഐഡിയ കോർണർ. ഈ ഒരു മാസം നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, എന്തെങ്കിലും ചെറിയ ചെറിയ ഐഡിയാസൊക്കെ വരുമ്പോൾ അത് നോട്ട് ചെയ്ത് വേണ്ടിയിട്ടാണ് ഈ ഒരു പോർഷൻ വിട്ടിട്ടുള്ളത്. തൊട്ടടുത്ത പേജിൽ ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ്. ഓരോ ദിവസവും നിങ്ങൾക്ക് നന്ദി പറയാനുണ്ടായ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കാം. കുഞ്ഞു കാര്യങ്ങളായാലും മതി. നിങ്ങൾക്ക് സന്തോഷം തരുന്ന ദൈവത്തിനോട് നന്ദി പറയുക, ദൈവത്തിനോട് യൂണിവേഴ്സിനോടോ നന്ദി പറയാൻ തോന്നുന്ന ജീവിതത്തിലുണ്ടായ നല്ല കാര്യങ്ങൾ ഓരോ ദിവസവും നോട്ട് ചെയ്ത് വെക്കാനുള്ള ഒരു പേജാണ് ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റിൽ ഇവിടെ നോട്ട് ചെയ്തിട്ടുള്ളത്. തൊട്ടപ്പുറത്തെ പേജിൽ ആഗസ്റ്റിൽ നമുക്കുണ്ടായിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് നോട്ട് ചെയ്യാനും കഴിഞ്ഞ മാസം, അതേപോലെ തന്നെ ഒരുപാട് സമയം നമ്മൾ ചിലപ്പോൾ വേസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അതൊന്ന് ഓർത്ത് നോട്ട് ചെയ്ത് വെക്കാനും, അങ്ങനെ നോട്ട് ചെയ്ത് വെക്കുന്നത് അടുത്ത മാസം നിങ്ങൾ ആ ഏരിയയിൽ സമയം വേസ്റ്റ് ചെയ്യാതിരിക്കാനും ഈ ഒരു മാസം വളരെ പ്രൊഡക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സെപ്റ്റംബറിൽ എന്ത് കാര്യത്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്, ഞാൻ കുറച്ചും കൂടി വീഡിയോസ് നന്നായിട്ട് ചെയ്യാനുള്ളൊരു കാര്യം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എഴുതി വയ്ക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് എഴുതി വയ്ക്കുകയും ഒപ്പം ചെയ്യുകയും ഉണ്ടാവണം. അതേപോലെ എന്തെങ്കിലും ഒരു ഹാബിറ്റ് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഈ മാസം വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ മാസം എനിക്ക് വളരെ വീക്കായിട്ട് തോന്നിയൊരു കാര്യമാണ് റീഡിങ്. അതുകൊണ്ട് ഇത്തവണയും ഞാൻ റീഡിങ് ഹാബിറ്റ് തന്നെയാണ് ഞാൻ കൂടുതലായിട്ട് ഫസ്റ്റും അതുപോലെ ഈ മാസത്തെ ഒരു മെയിൻ ഫോക്കസും റീഡിങ് തന്നെയാണ്. അതുപോലെ എനിക്ക് മാറ്റം വരുത്തേണ്ട എൻ്റെ ഹാബിറ്റ്സാണ് ഞാനതിൽ നോട്ട് ചെയ്തിട്ടുള്ളത്. എന്നാലും 3-4 സ്പേസ് ഉണ്ട്. ചിലപ്പോൾ അത് ഈ മാസത്തിൽ ഞാൻ വീണ്ടും ആഡ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്തണമെന്ന് തോന്നുന്ന ഹാബിറ്റ്സ്, നിങ്ങളിലേക്ക് വരുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ശീലങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ആഡ് ചെയ്യുക.
തൊട്ടടുത്ത പേജുകളിൽ ഓരോ ആഴ്ചയും പ്ലാൻ ചെയ്യാൻ ടു ഡു ലിസ്റ്റൊക്കെ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്പേസ് വിട്ടിട്ടുള്ളത്. 4 പേജാണ് അതിന് വേണ്ടിയിട്ട്, 5 പേജാണ്, അതായത് 5 ആഴ്ചയാണ്, 5 പേജാണ് അതിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത്. തൊട്ടടുത്ത പേജിൽ യൂട്യൂബ് ഐഡിയാസ് ആൻഡ് തോട്ട്സ്, ഈ മാസം ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഐഡിയാസൊക്കെ നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോർഷൻ വിട്ടിട്ടുള്ളത്. തൊട്ട് താഴെ മന്തിൻ്റെ ഐഡിയാസ് ആൻഡ് തോട്ട്സ്, മന്തിൻ്റെ ഐഡിയാസ് ആൻഡ് തോട്ട്സും മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് മന്തിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഒരു മാസം കടന്നു പോകുമ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ ഐഡിയാസ് വരും. അത് ചിലപ്പോൾ ഈ മാസം ചെയ്യാനുള്ളതായിരിക്കും, അല്ലെങ്കിൽ അടുത്ത മാസത്തെ നമ്മുടെ വീഡിയോസിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലോ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ തോന്നുകയാണെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാനുള്ളൊരു സ്പേസാണ്. അപ്പോൾ ഈ ഒരു പ്ലാനർ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളും ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു പ്ലാനർ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരുപാട് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പ്ലാനർ മേടിക്കാൻ കിട്ടും. അത് മേടിക്കേണ്ടവർക്ക് ഒട്ടും സമയമില്ലാത്തവർക്ക് അങ്ങനെ ചെയ്യാം. ഇത് കുട്ടികൾക്കാണെങ്കിലും വീട്ടമ്മമാർക്കാണെങ്കിലും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പ്ലാനറാണ്. വീട്ടമ്മമാർക്ക് മാത്രമല്ല കേട്ടോ, ജോലിക്ക് പോകുന്നവരും പലരും എനിക്ക് പേഴ്സണൽ ടെക്സ്റ്റ് ചെയ്യാറുണ്ട്, കമൻസ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ട്രൈ ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഇങ്ങനൊരു പ്ലാനർ സിസ്റ്റം ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.